പത്തനംതിട്ട ജില്ലയിലെ CPI ലോക്കൽ സമ്മേളനങ്ങൾക്ക് തുടക്കമായി. അടൂർ തെങ്ങമം ലോക്കൽ സമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പ്രതിനിധി സമ്മേളനം, പൊതുസമ്മേളനം എന്നിവ നടന്നു. പത്തനംതിട്ട ജില്ലയിലെ CPI ലോക്കൽ സമ്മേളനങ്ങൾക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായുള്ള ആദ്യ സമ്മേളനം അടൂർ തെങ്ങമത്ത് നടന്നു. സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. തമ്പുരാന്റെ ചോറാണ് ഈ കാണുന്നതെല്ലാം. പറഞ്ഞതാരാ? ഈ നാട്ടിലെ പാവപ്പെട്ട കർഷക തൊഴിലാളി. ആ തൊഴിലാളിയെ കൊണ്ട് പറയുകയും പതിറ്റാണ്ടുകൾ കൊണ്ട് അടിമസമാനമായ ജീവിതം നയിച്ച് അങ്ങനെ ഈ പാവങ്ങൾ ചിന്തിച്ചുറച്ചു വെച്ചുപോയി. അവർ പറഞ്ഞു, തമ്പുരാൻ അങ്ങനെയൊക്കെ ചെയ്യാൻ അവകാശമുണ്ട്. കാരണം തമ്പുരാന്റെ ചോറാണ്. തമ്പുരാന്റെ പാടത്തും പറമ്പിൽ ഈ പാവപ്പെട്ടവൻ പണിയെടുക്കുന്നത് കൊണ്ടാണ് ഈ നെല്ല് വിളഞ്ഞതെന്നും ആ നെല്ല് കൊയ്തെടുത്തതും ഈ നെല്ല് മെതിച്ചതും പത്തായപ്പുരയിലാക്കിയതുമല്ല ഈ പാവപ്പെട്ടനാണെന്നുള്ള കാര്യം അവർ മറന്നേ പോയി. അവർ ചെയ്തതാണ് ഈ അനുഭവിക്കുന്ന കാര്യം. ഈ പാവങ്ങൾ തൊഴിലാളി അവരുടെ മനസ്സിൽ ഇല്ലേയില്ല. നിലത്തിന്റെ ഉടമയായിരിക്കുന്ന പ്രമാണിയുടെ ഔദാര്യത്തിന്റെ പുറത്ത് ജീവിക്കുന്നവരാണ് തങ്ങളെന്നുള്ള ഒരു അടിമബോധത്തെ കൊണ്ടുവന്ന് അടിച്ചേൽപ്പിച്ചത് മനസ്സിലിട്ടിങ്ങനെ കൊണ്ട് നടക്കുന്നതിന് പേരിൽ എന്റെ തമ്പുരാൻ എന്നെ കൊല്ലാൻ അവകാശമുണ്ടെന്ന് ഈ പാവപ്പെട്ടവർ ചിന്തിച്ചു വെച്ചുപോയി. അങ്ങനത്തെയോ കാലങ്ങൾ. ആ കാലത്താണ് നെല്ല് പറയുന്നത് വലിയ മാറ്റത്തെ ലോകത്ത് നടക്കുന്നെന്നും. ലോകത്ത് എവിടെ നടക്കുന്നു? നമ്മളൊന്നും കണ്ടിട്ടേ ഇല്ലാത്ത അന്നത്തെ കാലത്തും 1920-കൾ അന്ന് കണ്ടിട്ടില്ല സോവിയറ്റ് റഷ്യ. അങ്ങനെ ഒരു നാടുണ്ടെന്ന് പറഞ്ഞാൽ എവിടെയാണ് ഈ റഷ്യ? ഭൂപടം പോലും ശരിക്കും കണ്ടിട്ടില്ലാത്ത കാലമാണ്. പള്ളിക്കൂടത്തിൽ പോലും എല്ലാവർക്കും പോകാൻ കഴിഞ്ഞിട്ടില്ലാത്ത കാലമാണ്. ആ കാലത്താണ് എന്ന് പറയുന്നത് ഇങ്ങനൊരു നാടുണ്ട്, സോവിയറ്റ് റഷ്യ എന്ന് പറയുന്നൊരു നാടുണ്ട്. ഇതിന്റെ ഭാഗമായി പ്രകടനവും നടന്നു. സംഘാടക സമിതി ചെയർമാൻ മധു എം, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ മുണ്ടപ്പള്ളി തോമസ്, ഡി സജി, സംഘാടക സമിതി ചെയർമാൻ മധു എം, അഡ്വക്കേറ്റ് KG രതീഷ് കുമാർ, അരുൺ KS മണ്ണടി, അഡ്വക്കേറ്റ് R ജയൻ, ശ്രീനാദേവി കുഞ്ഞമ്മ, സിന്ധു ജെയിംസ്, ഓമനക്കുട്ടൻ, K രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. അടയാളമില്ലാത്തതായി മാറ്റി നിർത്തപ്പെട്ടപ്പോ, ആഹാരമില്ലാത്തതായി നീട്ടി നിർത്തപ്പെട്ടപ്പോ, ഈ പറയുന്ന സമൂഹത്തിന്റെ ഒരു തുറകളിലേക്കും എത്തി നോക്കുവാൻ പോലും അർഹതയില്ലാത്തതായി നിന്നപ്പോ, ചെവിയിൽ മുരുക്കി ഒഴിച്ച ഒരു വിദ്യാഭ്യാസം നിഷേധിച്ച കാലഘട്ടത്തിന്റെ പിന്തുടർച്ചക്കാരായി മാത്രം അടിയാളന്മാർ എന്ന അടിമകൾ എന്ന ഒറ്റ പേരിൽ ജന്മിത്ത സമ്പ്രദായത്തിന്റെ അടയാളപ്പെടുത്തലായി ഈ കേരളത്തിന്റെ മണ്ണിൽ ഒരു കൂട്ടം മനുഷ്യർ പുഴുക്കളെക്കാൾ അങ്ങേയറ്റം ദാരിദ്ര്യവും ദുഃഖവും ദയനീയവുമായിട്ടുള്ള സാഹചര്യങ്ങളെ കൊണ്ട് ജീവിച്ചു വന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങളൊക്കെയും മനുഷ്യരാണ്. മനുഷ്യത്വം ഈ നാട്ടിലുണ്ടാകണം. അത് സാധാരണക്കാരന്റെ സാമൂഹിക നീതിയായിരിക്കണം, സമത്വമായിരിക്കണം എന്ന ചിന്തയോടുകൂടി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ നാട്ടിലേക്ക് വേരൂന്നിയപ്പോൾ ഓരോ മനുഷ്യന്റെയും സിരകളിലുള്ള ആ രക്തച്ചുവപ്പ് ഹൃദയരക്തമായി മാറിയാണ് ഈ ചെങ്കൊടി ഈ നാട്ടിൽ വീശിയതൊക്കെ. ന്യൂസ് ബ്യൂറോ, അടൂർ.